Hi all, welcome back to another video of XNY Learning. So ഇന്ന് നമ്മൾ നമ്മുടെ NSMC preparation series start ചെയ്യാണ്. NSMC, that is National Science and Math Championship, conducted by XNY Learning in collaboration with Hindu in School. സോ നിങ്ങളുടെ പോലെയുള്ള മിടുക്കരായ സയൻസിൽ മാത്സിലൊക്കെ മിടുക്കരായ കുട്ടികളോട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് NSMC അല്ലേ. ഓക്കെ, സോ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് ലൈൻസ് ആൻഡ് സർക്കിൾസ്. സോ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ആൻഡ് അതിന് വേണ്ടിയുള്ള കണ്ടന്റ്, ആ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. How many line segments can be drawn by joining 5 points? Okay, how many line segments can be drawn by joining 5 points? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്, 5 പോയിന്റ്സ് തന്നിട്ടുണ്ട് ആൻഡ് അത് യൂസ് ചെയ്ത് നമുക്ക് എത്ര ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ 5 പോയിന്റ്സ് വരയ്ക്കുകയാണ്. 1 2 3 4 and 5. ഓക്കെ, ഇതിലൂടെ എനിക്ക് ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കണം അല്ലേ. എന്താണ് ലൈൻ സെഗ്മെന്റ്സ്, എന്താണ് ലൈൻ? ഇത് രണ്ടും സെയിം ആണോ? അല്ല അല്ലേ. ലൈൻ സെഗ്മെന്റ്സും ലൈൻസും ഡിഫറെൻ്റ് ആണ്. അതായത് ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് തന്നിട്ടുണ്ട്, ആ 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് പാത്തിനെയാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈൻ എന്താണ്? യെസ്, ഇതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് പാത്താണ് 2 പോയിന്റിലൂടെ ഉള്ളത്, പക്ഷെ അതെന്താണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ ഇൻഫിനിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ലൈൻ. ലൈൻ സെഗ്മെന്റ് എന്താണ്? 2 പോയിന്റ് തന്നിട്ടുണ്ട്, ഇതിലൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ടെന്ന് പറയണ അതിന്റെ അർത്ഥം എന്താ? ഈ പോയിന്റിൽ തുടങ്ങി ഈ പോയിന്റിൽ അവസാനിച്ചു, അതാണ് ലൈൻ സെഗ്മെന്റ്. ലൈൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ, പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈനിന്റെ ഒരു പീസ് ആണ് അല്ലേ, ലൈനിന്റെ ഒരു സെഗ്മെന്റ്, അതാണ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ഹൗ മെനി ലൈൻ സെഗ്മെന്റ്സ്, എത്ര ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കാൻ പറ്റും എന്നാണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ പോയിന്റിൽ നിന്നും കണക്ട് ചെയ്ത് ഇങ്ങനെ നോക്കാം എത്ര സെഗ്മെന്റ്സ് വരയ്ക്കാൻ പറ്റും എന്നല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പോയിന്റ് എടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇങ്ങോട്ട് വരച്ചു. 1 2 3 and 4. ഓക്കെ, അപ്പം എനിക്ക് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് അല്ലേ. ഫസ്റ്റ് പോയിന്റിൽ നിന്ന് എനിക്ക് എത്ര ലൈൻ സെഗ്മെന്റ്സ് ആണ് കിട്ടിയത്? 4 ലൈൻ സെഗ്മെന്റ്സ് അല്ലേ. 4 ലൈൻ സെഗ്മെന്റ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ്, ഈ ഗ്രീനിൽ കാണിക്കുന്നത്. ഓക്കെ, 1 2 3. ഇനി ഉണ്ടോ? ഇനി ന്യൂ ആയിട്ട് പുതിയ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാനുണ്ടോ? ഇല്ല അല്ലേ. നേരത്തെ ഈ ഒരു ലൈൻ ആദ്യമേ ഇവിടെ ഉണ്ട് അല്ലേ, ആ ഒരു ലൈൻ സെഗ്മെന്റ് ആദ്യമേ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ കൗണ്ട് ചെയ്യുന്നില്ല, നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഗ്രീൻ പോയിന്റ് വെച്ച് നമുക്ക് എത്ര എണ്ണം കിട്ടി? 3 ലൈൻ സെഗ്മെന്റ്സ് കിട്ടി അല്ലേ. 3 ലൈൻ സെഗ്മെന്റ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് നോക്കുക. 1 2. ഇതല്ലേ ഉള്ളൂ ന്യൂ ആയിട്ട് വരയ്ക്കാൻ പറ്റിയ ലൈൻ സെഗ്മെന്റ്സ് അല്ലേ. അപ്പൊ നമുക്ക് യെല്ലോ പോയിന്റ് വെച്ച് 2 ലൈൻ സെഗ്മെന്റ്സ് കിട്ടി അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് നോക്കുക. റെഡിനോണ്ട് ഞാൻ മാർക്ക് ചെയ്തു. അത് വെച്ച് കണക്ട് ചെയ്യാൻ എനിക്ക് ഈ ഒരു ഒറ്റ ലൈൻ സെഗ്മെന്റേ ഉള്ളൂ, ബാക്കി ലൈൻ സെഗ്മെന്റ്സ് ഒക്കെ ആദ്യമേ ഉണ്ട് അല്ലേ. ഇതൊക്കെ ആദ്യമേ ഉണ്ട് ഇവിടെ. ഓക്കെ, അതൊക്കെ ആദ്യമേ ഉണ്ട്. അപ്പൊ ന്യൂ ആയിട്ട് ഞാൻ എത്ര വരച്ചിട്ടുള്ളൂ? റെഡ് പോയിന്റിൽ നിന്ന് ഒരൊറ്റ ലൈൻ സെഗ്മെന്റ് വരച്ചിട്ടുള്ളൂ, 1 ലൈൻ സെഗ്മെന്റ് അല്ലേ. ഇനി ഈ ഒരു പോയിന്റ്, ഇനിയുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് അല്ലേ. ഈ ഒരു ലൈൻ പോയിന്റിലേക്കുള്ള എല്ലാ ലൈൻ സെഗ്മെന്റും കംപ്ലീറ്റ് ആയില്ലേ ആദ്യമേ. ഇനി പുതിയ ലൈൻ സെഗ്മെന്റ്സ് നമുക്ക് വരയ്ക്കാനില്ല അല്ലെ, എല്ലാ ലൈൻ സെഗ്മെന്റ്സും കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് പുതിയതായിട്ട് ലൈൻ സെഗ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലൈൻ സെഗ്മെന്റ്സ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിനെ ആഡ് ചെയ്ത് നോക്കണം അല്ലേ. ഓക്കെ, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4 + 3 + 2 + 1 അല്ലേ. 4 + 3 + 2 + 1. അപ്പൊ എന്താ നമുക്ക് ആൻസർ വരുന്നത്? 4 + 3 7, 7 + 2 9, 9 + 1 10. 10 is the right answer. Yes, option C is our right answer. Simple അല്ലേ. ഇതേപോലെ തന്നെ സിമിലർലി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. How many lines can be drawn by joining 6 points? എന്താണ് ചോദിച്ചിരിക്കുന്നത്? How many lines can be drawn by joining 6 points? അപ്പൊ ഇവിടെ ലൈൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ലൈൻ സെഗ്മെന്റ് ആയിരുന്നു, ഇവിടെ ലൈൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈനും ലൈൻ സെഗ്മെന്റും ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് വരാം, നമ്മളോട് കൗണ്ട് ആണ് ചോദിക്കുന്നത് അല്ലെ. ഹൗ മെനി കൗണ്ട് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ലൈൻ സെഗ്മെന്റും ലൈനും കൗണ്ടിൽ ഡിഫറൻസ് വരുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 പോയിന്റ് തന്നു, 3 പോയിന്റ് ഞാൻ തന്നു. ഇത് വെച്ച് ഞാൻ നിങ്ങളോട് ലൈൻ സെഗ്മെന്റ്സ്, എത്ര ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ വരച്ചു. 1 2 കഴിഞ്ഞു, അടുത്തത് വരച്ചു, കംപ്ലീറ്റ് ആയി അല്ലെ. ഇതാണ് ലൈൻ സെഗ്മെന്റ്സ്. ഇനി നിങ്ങളോട് ലൈനാ പറഞ്ഞതെങ്കിലോ, എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുക? 1 2 3 അല്ലേ. അപ്പൊ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും,
ഇവിടെയും എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും, ഇവിടെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ലൈൻസ് അല്ലേ. അപ്പൊ നിങ്ങൾ 3 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് 3 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലൈൻസ് വരച്ചു. ഇവിടെ രണ്ട് സ്ഥലത്തും കൗണ്ടിന് ഡിഫറൻസ് വന്നോ മക്കളെ? ഇല്ല അല്ലെ. ഫസ്റ്റ് ഫിഗറിലും നിങ്ങൾ എത്ര വരച്ചു? 3 ലൈൻ സെഗ്മെന്റ്സ് വരച്ചു. രണ്ടാമത്തെ ഫിഗറിലും നിങ്ങൾ 3 ലൈൻസ് വരച്ചു. അപ്പൊ കൗണ്ടിന് എന്ത് വന്നില്ല? ഡിഫറൻസ് വന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ ലോജിക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചൂടെ അല്ലെ? നേരത്തെ ഉപയോഗിച്ച അതേ ലോജിക്ക് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നേരത്തെ നമ്മളിപ്പോ എന്താണ് ചെയ്തത്? എന്താ നമ്മൾ ചെയ്തത്? എത്ര പോയിന്റ്സ് ആ തന്നിരിക്കുന്നത്? 6 പോയിന്റ്സ് അല്ലെ. 6 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ മാർക്ക് ചെയ്യാം. 1 2 3 4 5 ആൻഡ് 6. ഓക്കെ, 6 പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ പോയിന്റ് വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇവിടെ ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കുന്നുള്ളൂ. കാരണം ലൈൻസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുറെ എക്സ്റ്റെൻഡ് ആയി പോകുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ലൈൻ സെഗ്മെന്റ് തന്നെയാണ് വരയ്ക്കുന്നത്. കാരണം ആൻസറിൽ ഡിഫറൻസ് വരില്ല അല്ലെ. ഞാൻ ഇപ്പൊ പറഞ്ഞു, നേരത്തെ പറഞ്ഞു കൗണ്ടിൽ എന്ത് വരുന്നില്ല? ഡിഫറൻസ് വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ലൈൻ സെഗ്മെന്റ്സ് തന്നെയാണ് കേട്ടോ ജസ്റ്റ് വരയ്ക്കുന്നത്. 1 2 3 4 ആൻഡ് 5. ഓക്കെ, അപ്പൊ എനിക്ക് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് എത്ര കിട്ടി? പിങ്ക് പോയിന്റിൽ നിന്ന് എനിക്ക് എത്ര എണ്ണം കിട്ടി? 5 അല്ലെ. 5 ലൈൻസ് ഞാൻ വരച്ചു അല്ലെ, ലൈൻ സെഗ്മെന്റ്സ് ഞാൻ വരച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നോക്കുക. 1 2 3 ആൻഡ് 4 അല്ലെ. അപ്പൊ എനിക്ക് 4 ലൈൻ സെഗ്മെന്റ്സ് വന്നു. കാരണം നേരത്തെ ഉള്ള ഈ ഒരു ലൈൻ സെഗ്മെന്റും ഉണ്ട്, പക്ഷെ അത് ആദ്യമേ ഉണ്ടല്ലേ അവിടെ. അത് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് പിന്നെയും വരയ്ക്കാത്തതും പിന്നെയും നമ്മൾ കൗണ്ട് ചെയ്യാത്തതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. 1 2 ആൻഡ് 3. അപ്പം 3 ലൈൻസ് അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ്സ് ആണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 1 2. അതല്ലേ ഉള്ളൂ, ന്യൂ ആയിട്ട് നമ്മൾ വരച്ചതല്ലേ. ന്യൂ ആയിട്ട് നമ്മൾ അതേ വരച്ചിട്ടുള്ളൂ. 2. ഓക്കെ, അടുത്തത് 1. ഇതേ ഉള്ളൂ ന്യൂ ആയിട്ട് വരുന്നത് അല്ലേ. ബാക്കി കുറെ ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ നേരത്തെ ഉള്ളതാണ് അല്ലേ. നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം അതും കൂടെ നമ്മൾ എഴുതി 1. ഓക്കെ, ഇതൊക്കെ ആഡ് ചെയ്താൽ പോരെ? കഴിഞ്ഞില്ലേ? എല്ലാ പോയിന്റ്സിനും കഴിഞ്ഞു. ഈ ഒരു പോയിന്റും കൂടെ ഇവിടെ ഉണ്ട്. ഈ ഒരു പോയിന്റും കൂടെ ഉണ്ട്. ബട്ട് എന്താണ്, അതിന്റെ എല്ലാ ലൈൻ സെഗ്മെന്റ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അല്ലെ. എല്ലാ ലൈൻ സെഗ്മെന്റ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പുതിയതായിട്ട് ലൈൻ സെഗ്മെന്റ്സ് അവിടെ വരാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെയും അതിൽ ഒന്നും ആഡ് ചെയ്യാത്തത് അല്ലെ. 0 അല്ലെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്താൽ പോരെ? യെസ്. 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 അല്ലെ. 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. എന്താണ് ആൻസർ വരുന്നത്? 15 അല്ലേ. 15 ആണ് ആൻസർ വരുന്നത്. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെട്ടെന്ന് തന്നെ പോവാ അല്ലെ. ഹൗ മെനി ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 5 പോയിന്റ്സ്? അപ്പൊ നോക്കിക്കേ, നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇത് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ലൈൻ സെഗ്മെന്റ് എന്നാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈൻ എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലൈൻ സെഗ്മെന്റ്സ് ആകുമ്പോഴും ലൈൻ ആകുമ്പോഴും കൗണ്ടിൽ ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പം സെയിം ആൻസർ തന്നെയല്ലേ ഇവിടെയും വരുന്നത്. സെയിം ലോജിക് ആണ്, സെയിം ആൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആൻസർ 10 ആയിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ. ഓക്കെ, സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ലൈൻ സെഗ്മെന്റ്സ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 7 പോയിന്റ്സ്? ഓക്കെ, ഇപ്പൊ എത്ര നമ്മൾ 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7ലെത്തി അല്ലെ. 7ലെത്തി. ഇനിയും ഞാനിത് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ് അല്ലെ. ഓക്കെ, പക്ഷെ അങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഞാൻ കുറെ കളർ ഇട്ട് വരച്ച് കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചിലപ്പം അല്ലെ. ഇപ്പൊ ഞാൻ കളർ ഇട്ട് വരയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയി മനസ്സിലാവും. പക്ഷെ നിങ്ങൾ സാധാരണ ഒരു പെണ്ണ് വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തോ, കൗണ്ട് ചെയ്തില്ലേ, പുതിയത് വന്നോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരും. അപ്പൊ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം? ഒരു സിമ്പിൾ ലോജിക്, ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് ഇതിനെ മനസ്സിലാക്കാൻ അല്ലെ. അതിനെന്താ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 6 പോയിന്റ്സ് ഇവിടെ. യെസ്, 6 പോയിന്റ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നിങ്ങൾ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ? ഈ ഒരു സമ്മില് ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ? എന്താണ് വന്നിരിക്കുന്നത്? 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. ഇങ്ങനെയാണ് അല്ലെ നമുക്ക് ആൻസർ വന്നത്. ഇത് 15 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇത് ശ്രദ്ധിച്ചേ, 6 എന്ന് പറയുന്ന നമ്പറിന്റെ തൊട്ടു മുന്നേ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം അല്ലേ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. ഇതാണ് ഇതിന്റെ ആൻസർ. അതെന്ന് ഈ നമ്പേഴ്സ് എന്താണ്? 6ന് മുന്നേ ഉള്ള 1 തൊട്ട് 5 വരെയുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്തതല്ലേ അല്ലെ. സിമ്പിൾ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ അങ്ങനെ വന്നു. അങ്ങനെയാണ് നമുക്ക് 5ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 5ന് എന്താ ഞാൻ പറഞ്ഞത്? 5ന് തൊട്ട് മുന്നേ വരെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം അല്ലെ. ആരൊക്കെയാണ്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 അല്ലെ. 5ന് തൊട്ട് മുന്നേ വരെ ഉള്ളത്. അപ്പൊ എന്താ ആൻസർ വരുന്നത്? യെസ്, സെയിം ആൻസർ 10 തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയി ഓർത്തു വെക്കാം അല്ലെ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 7 പോയിന്റ്സ്. യെസ്, 7 പോയിന്റ്സ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്?
7 പോയിന്റ്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 7ന് തൊട്ട് മുന്നേ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എടുക്കുക അല്ലെ. 1 + 2 + 3 + 4 + 5 + 6 അല്ലേ? ഈസി അല്ലേ? അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ആൻസർ എന്താ കിട്ടുക? സിമ്പിൾ ആയിട്ട് ഇതുവരെ നമുക്ക് എന്താ നേരത്തെ കിട്ടി? 15 കിട്ടിയില്ലേ? ഇവിടെ വരെ 15 ആണ്. ഓക്കെ, 15 + 6 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 21. 21 വിൽ ബി അവർ റൈറ്റ് ആൻസർ. ഓക്കെ, 21 വിൽ ബി എ റൈറ്റ് ആൻസർ. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഇത്ര പോയിന്റ്സ് നമുക്ക് തന്നു, ഒരു 7 അല്ലെങ്കിൽ 8 നമ്പർ ഓഫ് പോയിന്റ്സ് തന്നിട്ട് ഇതിലൂടെ എത്ര ലൈൻ സെഗ്മെന്റ്സ്, എത്ര ലൈൻസ് വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം? തൊട്ട് മുന്നേ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. ഫസ്റ്റ് തൊട്ട് 1 തൊട്ട് ആ നമ്പറിന് തൊട്ട് മുന്നേ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യുക. ആ സം ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലെ? ആ സം ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് സപ്പോസ് വരുവാണെങ്കിൽ, നിങ്ങൾ ഡിവിഷൻ ഒക്കെ പഠിച്ച ആൾക്കാരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ നേരത്തെ ഉപയോഗിച്ച അതേ ലോജിക്ക് ഞാൻ, പക്ഷെ എന്നാലും കുറച്ചുകൂടി ചെറിയൊരു ഫോർമുല ആക്കിയിട്ട് വലിയ നമ്പേഴ്സ് കിട്ടിയാലോ 100, 200 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോ 8, 7 ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലെ. വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് 8 ആണ് തന്നിരിക്കുന്നത് വെക്കാം. 8 പോയിന്റ്സ് ആണ് നിങ്ങളോട് തന്നിരിക്കുന്നത്. ഇതിലൂടെ പോകുന്ന എത്ര ലൈൻസ് ഉണ്ട്, എത്ര ലൈൻ സെഗ്മെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? 8 മൾട്ടിപ്ലൈഡ് ബൈ 7, 8ന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, 8 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 8 തൊട്ട് മുന്നേ ഉള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 7 ഹോൾ ഡിവൈഡഡ് ബൈ 2, 2നെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ആ ആൻസറിനെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലേ? സിംപ്ലിഫൈ ചെയ്തോടെ. 8നെ എങ്ങനെ എഴുതാം മക്കളെ? 2 × 4 × 7 / 2 അല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് വരും? 28 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. 7 പോയിന്റ്സിന്റെ അല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? 7ന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ 6, 7 × 6 ഡിവൈഡഡ് ബൈ 2. ഇതിനെങ്ങനെ സിംപ്ലിഫൈ? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 7 × 6 ചെയ്തിട്ട് അതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഇവിടെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കാണ്. 7 × 6നെ എങ്ങനെ എഴുതാം? 3 × 2. 2നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ? മേലെയും താഴെ കോമൺ ആണല്ലേ? അപ്പൊ നമുക്ക് എന്താ ആൻസർ വരുന്നത്? 7 × 3 which is equal to 21. യെസ്, ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത ട്രിക്ക് ഉപയോഗിച്ചിട്ടും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് തൊട്ട് ആ നമ്പറിന് എത്ര നമ്പർ ആണോ നമുക്ക് തന്നിരിക്കുന്നത്, ഇത്ര നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ 8 നമ്പർ ഓഫ് പോയിന്റ്സ്, 7 നമ്പർ ഓഫ് പോയിന്റ്സ് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നേ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്, 1 തൊട്ട് ആ നമ്പറിന് തൊട്ട് മുന്നേ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ആൻസർ. അതായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻ ത്രൂ ദാറ്റ് പോയിന്റ്സ് അല്ലെ? ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കോംപ്ലിമെന്ററി ആംഗിൾ. വാട്ട് ഈസ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് 50 ഡിഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആദ്യം എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾ എന്താണ്, സപ്ലിമെന്ററി ആംഗിൾ എന്താണ് അല്ലെ? ഇങ്ങനെയൊക്കെ കുറച്ച് ആംഗിൾസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം അതൊന്ന് പെട്ടെന്ന് നോക്കാം. കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ 2 ആംഗിളിനെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ രണ്ടുപേരെയും ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ 90 ഡിഗ്രി എന്ന് വരികയാണെങ്കിൽ അതിന് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കും. സിമ്പിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 2 ആംഗിൾസിന് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, 2 ആംഗിൾസ് ഇവരെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ആൻസർ വരണം? 180 ഡിഗ്രി എന്ന ആൻസർ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വരും. അപ്പം ഈ സപ്ലിമെന്ററി ആംഗിൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആംഗിൾ എന്നൊക്കെ പറയണമെങ്കിൽ 2 ആംഗിൾസ് ഉണ്ടാവണം അല്ലേ? 2 ആംഗിൾസ് തന്നിട്ട് ഇത് കോംപ്ലിമെന്ററി ആണോ സപ്ലിമെന്ററി ആണോ എന്ന് ചോദിക്കുക. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? 2 ആഡ് ചെയ്ത് നോക്കുക. 2 ആഡ് ചെയ്തിട്ട് 90 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അത് കോംപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. 2 പേരും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 180 ഡിഗ്രി എന്ന് വരുന്നുണ്ടെങ്കിൽ അത് സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് 50 ഡിഗ്രി എന്നാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 50 ഡിഗ്രി ഉണ്ട്, ഇതിന്റെ കൂടെ ഏതൊരു ആംഗിളിന് ആഡ് ചെയ്താലാണ് നമുക്കത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആവുക. കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരണം അല്ലെ? ആൻസർ 90 ഡിഗ്രി എന്ന് വരിക. അതിനെയാണ് നമ്മൾ 50 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്താണ് ഇതിനെങ്ങനെ നമ്മൾ ചെയ്യുക? 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എന്ന് ചെയ്താൽ പോരെ അല്ലെ? അപ്പൊ എന്താ ആൻസർ വരുന്നത്? 40 ഡിഗ്രി. അപ്പം 40 ഡിഗ്രിയും 50 ഡിഗ്രിയും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. എന്തുകൊണ്ട്? അവർ രണ്ടുപേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. സോ നമ്മുടെ റൈറ്റ് ആൻസർ 40 ഡിഗ്രി ആണ്. ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി ആംഗിൾ നോക്കാം. സപ്ലിമെന്ററി ആംഗിൾ ഓഫ് 50 ഡിഗ്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
180 ഡിഗ്രിന്ന് 50 ഡിഗ്രി കുറയ്ക്കുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും അല്ലെ? 180 ഡിഗ്രിന്ന് 50 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ആൻസർ ആണ് 50 ഡിഗ്രിയുടെ സപ്ലിമെന്ററി ആംഗിൾ. ഓക്കെ, സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗിവ് സ്യൂട്ടബിൾ നെയിം ടു QO ഇൻ ദ ഫോളോവിങ് പിക്ചർ. QO ഞാൻ കാണിച്ചു തരാം. QO നിങ്ങൾക്ക് കാണാലോ അല്ലെ? റെഡ് വെച്ച് ഞാൻ മാർക്ക് ചെയ്ത് തരാം. QO എന്ന് പറഞ്ഞിട്ട് ഒരു QO തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? ഈ ഫിഗറിൽ ഇതിന്റെ പേരെന്താണ്? നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ട്രയാങ്കിൾ, കോഡ്, ഡയമീറ്റർ, റേഡിയസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോഡ്, ഡയമീറ്റർ, റേഡിയസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലെ? അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. യെസ്, ഇതാണ് എന്റെ സർക്കിൾ. സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവില്ലേ അല്ലെ? സെന്റർ ഉണ്ടാവും. ആ സെന്റർ ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് സെന്റർ. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പസ് വെച്ചല്ലേ സർക്കിൾ വരയ്ക്കുക? ആ ഒരു കോമ്പസ് വെക്കുന്ന ആ ഒരു സെന്ററിനെയാണ് നമ്മൾ സെന്റർ അല്ലെ? സർക്കിളിന്റെ സെന്റർ ആണത്. ഓക്കെ, ഇനി എന്താണ്? ഓക്കെ, അപ്പൊ സർക്കിൾ നമ്മൾ വരച്ചു. ഇനി ഞാൻ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ സർക്കിളിന്റെ ബൗണ്ടറിയിലേക്ക്, ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു വട്ടം അല്ലെ? ഈ റെഡ് വട്ടത്തിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. സർക്കിളിന്റെ ബൗണ്ടറി ആണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഈ സർക്കിളിന്റെ ഏതൊരു ഭാഗത്ത്, ഏതൊരു ബൗണ്ടറിയിലേക്കും, എവിടേക്ക് വരച്ചാലും, ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും ഒക്കെ അതിന് നമ്മൾ എന്തെന്നാ വിളിക്കുക? റേഡിയസ് എന്നാ വിളിക്കുക. റേഡിയസ് എന്താണ്? മാറുമോ? ഇല്ല, എപ്പോഴും റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നമ്പർ ആയിരിക്കും. സർക്കിളിന് ഒരൊറ്റ റേഡിയസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ സർക്കിളിൽ നിന്ന് സർക്കിളിന്റെ ഏതൊരു ഭാഗത്തേക്കും, ഏതൊരു ബൗണ്ടറിയിലേക്ക് വരച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് റേഡിയസ് ആണ്. അതിനാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താ? അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കിളിന്റെ ഒരു ബൗണ്ടറിയിൽ നിന്നും മറ്റൊരു ബൗണ്ടറിയിലേക്ക് പോകുന്ന ഒരു ലൈനാണ്. അത് സെന്ററിലൂടെ പാസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അല്ലെ, ലൈൻ അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയമീറ്റർ എന്ന് വിളിക്കുന്നത് അല്ലെ? ഡയമീറ്റർ എന്താണ്? അപ്പം 2 തവണ റേഡിയസ് വരുന്നതാണ് അല്ലെ? 2 തവണ ഇതൊരു റേഡിയസ് അല്ലേ? ഇതൊരു റേഡിയസ് ആണ്, ഇതും ഒരു റേഡിയസ് ആണ്. അപ്പൊ 2 തവണ റേഡിയസ് വരുന്നതാണ് ഡയമീറ്റർ. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോഡ് എന്താണ്? കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കിളിന്റെ ഒരു ബൗണ്ടറിയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, സർക്കിളിൽ നിന്ന് സർക്കിളിൽ അവസാനിക്കുന്ന, സർക്കിളിന്റെ ഒരു ബൗണ്ടറിയിൽ തുടങ്ങി മറ്റൊരു ഭാഗത്ത് അവസാനിക്കുന്നത് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? CHORD, കോഡ്. ഓക്കെ, കോഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഡയമീറ്റർ ഒരു കോഡാണോ? ഡയമീറ്റർ ഒരു കോഡാണോ? യെസ്, ഡയമീറ്റർ ഒരു കോഡാണ്. കാരണം എന്താ? കോഡിന്റെ ഡെഫിനിഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? കാരണം ഇവിടുന്ന് തുടങ്ങി ഈ സെന്ററിലൂടെ പോയി സർക്കിളിന്റെ മറ്റൊരു ഭാഗത്ത് അവസാനിച്ചു. അപ്പൊ അതെന്തായാലും കോഡാണ്. സർക്കിളിൽ തുടങ്ങി സർക്കിളിൽ അവസാനിച്ചു. അപ്പൊ അതൊരു കോഡാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? അത് സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഡയമീറ്ററും കോഡാണ്. പക്ഷെ എല്ലാ കോഡുകളും ഡയമീറ്റർ ആണോ? എല്ലാ കോഡുകളും ഡയമീറ്റർ ആണോ? അല്ല. ഈ ഒരു കോഡ് നോക്കിക്കേ, ഇത് ഡയമീറ്റർ ആണോ? അല്ല. കാരണം അതെന്താ? സെന്ററിലൂടെ പോകുന്നില്ല. ഓക്കെ, സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ എ, ട്രയാങ്കിൾ. ഒബ്വിയസ്ലി അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി, കോഡാണോ? എവിടെയാണ് QO ഉള്ളത്? QO സർക്കിളിന്റെ ബൗണ്ടറിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സർക്കിളിൽ തന്നെ അവസാനിച്ചോ? ഇല്ല, സെന്ററിലാണ് അവസാനിച്ചത് അല്ലെ? അപ്പൊ അത് എന്തല്ല? കോഡല്ല. കോഡ് എന്ന് പറഞ്ഞത് റോങ് ആൻസർ ആണ്. ഇത് റോങ് ആൻസർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ആണോ? കോഡ് അല്ലെങ്കിൽ എന്തായാലും ഡയമീറ്റർ ആവുമോ? ഇല്ല അല്ലെ? കോഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഡയമീറ്റർ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡയമീറ്ററും അല്ല. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ഒരു ബൗണ്ടറിയിൽ നിന്ന് തുടങ്ങിയിട്ട് സെന്ററിൽ അവസാനിക്കുന്നതാണ് അല്ലെ? അതാണ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ QO റേഡിയസ് അല്ലേ? സർക്കിളിൽ നിന്ന് തുടങ്ങി സർക്കിളിന്റെ സെന്ററിൽ അവസാനിച്ചു. അപ്പൊ അത് റേഡിയസ് ആണ് അല്ലെ? അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിലോ ഈ ചെയ്ത ക്വസ്റ്റ്യൻസിലോ ഇതുപോലെ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കാം. ഓക്കെ, സോ NSMCക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഡേറ്റ് ലാസ്റ്റ് 10 ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം NSMC എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. സോ നിങ്ങളുടെ പോലെ കുറേ മിടുക്കരുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പൊ അവരായിട്ട് നിങ്ങൾ കമ്പീറ്റ് ചെയ്ത് നല്ല പ്രൈസുകളും സ്കോളർഷിപ്പുകളും നേടാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. എന്തായാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.